പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചതായിരുന്നു. 15 വർഷം നീണ്ട തൃണമൂൽ ഭരണം അവസാനിപ്പിച്ച് ബി.ജെ.പി. ആദ്യമായി സംസ്ഥാനത്ത് ഭരണത്തിലേറി. കനത്ത തോൽവിയാണ് മമതയ്ക്കും പാർട്ടിക്കും ഉണ്ടായത്. ആകെയുള്ള 294 സീറ്റുകളിൽ തൃണമൂലിന് കിട്ടിയത് വെറും 80 സീറ്റുകൾ. എന്നാൽ മമതയെ സംബന്ധിച്ച് യഥാർത്ഥ തിരിച്ചടി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 80 MLA-മാരിൽ 3-2 ഋതുപ്രത ബാനർജി എന്ന നേതാവിനൊപ്പം വിമതരായി മാറി. ഋതുപ്രതയും കൂട്ടരും സഭയിലെ മുഖ്യ പ്രതിപക്ഷവുമായി. അവിടെയും തീർന്നില്ല. പാർലമെന്റിലെ തൃണമൂൽ എംപിമാരിലേക്കും ഈ പിളർപ്പ് പടർന്നു. രാജ്യസഭയിലെയും ലോക്സഭയിലെയും 20ഓളം എംപിമാർ പാർട്ടി വിട്ടു പോയി എന്ന് മാത്രമല്ല, മമതയുടെ ആജന്മ ശത്രുക്കളായ ബി.ജെ.പിക്കൊപ്പം ചേരുകയും ചെയ്തു. എന്നാൽ അവസാന ശ്വാസം വരെ ബി.ജെ.പിക്കെതിരെ പോരാടുമെന്ന് തുടർന്ന് പറഞ്ഞിരിക്കുകയാണ് മമത. താൻ സന്യാസത്തിനൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ബി.ജെ.പിയെ തകർക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നുമാണ് മമതയുടെ വാക്കുകൾ. ജനങ്ങളെ ബി.ജെ.പി. തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും 4 മാസം കൊണ്ട് അവരുടെ യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും ആഞ്ഞടിക്കുന്നുണ്ട് മമത. ഇപ്പോൾ മമതയെ സംബന്ധിച്ച് ചെറുതെങ്കിലും ആശ്വാസം നൽകുന്ന ചില വാർത്തകളാണ് പുറത്തുവരുന്നത്. വിമതർക്കൊപ്പം പോയ MLA-മാരിൽ ഒരാളായ കാസിം സിദ്ദിഖി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, അദ്ദേഹം തിരികെ മമതയുടെ ക്യാമ്പിലേക്ക് മടങ്ങുകയാണെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. താൻ എക്കാലത്തും മമതാ ബാനർജിക്കൊപ്പമായിരുന്നെന്നും ഇനിയും അവരുടെ നേതൃത്വത്തിൽ തുടരുമെന്നുമാണ് സിദ്ദിഖിയുടെ വാക്കുകൾ. ഇനി സിദ്ദിഖി വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. വിമത വിഭാഗം മമതയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും പ്രവർത്തിക്കുക എന്നാണ് ഋതുപ്രത ബാനർജി പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളിൽ TMC അധ്യക്ഷയുടെ പേര് പോലും പരാമർശിക്കുന്നില്ലെന്ന് മനസ്സിലായതോടെയാണ് പിന്മാറാൻ തീരുമാനിച്ചത്. രേഖയിൽ ഒപ്പിടണമെന്നും ആ ഒപ്പ് ദീദിയുടെ കൈകളിൽ എത്തുമെന്നും ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ ദീദിക്കൊപ്പമാണ്, ഇനിയും അവർക്കൊപ്പമായിരിക്കും, ഒരുമിച്ച് തുടരുമെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ ദീദിയെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായില്ല എന്നാണ് സിദ്ദിഖിയുടെ തുറന്നു പറച്ചിൽ. ദീദിയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നതും നിയമസഭയിലേക്ക് അയച്ചതും. അവരുടെ ചിത്രം മുന്നിൽ വെച്ചാണ് വോട്ട് തേടിയത്. ജനങ്ങൾ അവരുടെ ചിത്രം കണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. ഇവിടെ തുടരുന്നിടത്തോളം കാലം അവർക്കൊപ്പമായിരിക്കുമെന്നും സിദ്ദിഖി പറഞ്ഞിരിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കുറ്റമേറ്റ് പറച്ചിലായി സിദ്ദിഖിയുടെ ഈ വാക്കുകളെ കാണാം. അവരുടെ നേതൃത്വത്തിൽ നിന്ന് സീറ്റ് ഒപ്പിച്ച് അവരുടെ മാത്രം മികവിൽ വിജയിച്ചു കയറി വന്നിട്ട് ഇക്കാലമത്രയും അവർ ശത്രുവായി കണ്ടിരുന്ന ബി.ജെ.പിക്കൊപ്പം ചേർന്ന് പാർട്ടിയെ തകർക്കാൻ നിന്നതിലുള്ള കുറ്റബോധമാകണം സിദ്ദിഖിയുടെ ഇപ്പോഴത്തെ മനംമാറ്റത്തിന് കാരണമെന്ന് കരുതേണ്ടി വരും. മുസ്ലിം സമുദായത്തിനിടയിൽ സ്വാധീനമുള്ള നേതാവാണ് സിദ്ദിഖി. അതുകൊണ്ട് തന്നെ NDA ക്യാമ്പിലേക്കുള്ള സിദ്ദിഖിയുടെ പോക്ക് സമുദായത്തിനിടയിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായിരിക്കുന്നു. അതുകൂടി മനസ്സിലാക്കിയാണ് ഇപ്പോഴത്തെ നീക്കമെന്ന് കാണാം. സിദ്ദിഖിയെ പോലെ കൂടുതൽ പേർ വരും ദിനങ്ങളിൽ വിമത കൂടാരത്തിൽ നിന്നും പുറത്തു ചാടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസിനുള്ള സ്വാധീനം കുറഞ്ഞിട്ടില്ലെന്ന് അടുത്തിടെ വ്യക്തമായതാണ്. സംസ്ഥാനത്ത് നടന്ന ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ തകർത്ത് വൻ വിജയമാണ് തൃണമൂൽ നേടിയത്. തിരിച്ചടികളെ കരുത്തോടെ പോരാടി മറികടക്കുകയാണ് മമതയുടെ ലക്ഷ്യം.